ഇന്ന് മറ്റൊരു ഹർത്താൽ ദിവസമാണ്. ഞാൻ ഈ ഹർത്താൽ എന്തിനു വേണ്ടിയാണെന്നുള്ളത് മഹാഭൂരിപക്ഷം ആൾക്കാർക്കും അറിയില്ല കേട്ടോ. ഇന്ന് വെറുതെ ഞാൻ സ്റ്റാഫുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഗവൺമെൻറ്റിനെതിരെയുള്ള ഹർത്താലാണ്. ഞാൻ ചോദിച്ചു ഏത് ഗവൺമെൻറ്റിനെതിരെ? കേരള ഗവൺമെൻറ്റിനെതിരെ. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ കളിച്ചിരിക്കുമ്പോൾ അവരോട് ചോദിച്ച് അവർക്ക് സ്കൂളിൽ ലീവ് കിട്ടിയ സന്തോഷമാണ്. പലപ്പോഴും ഈ ഹർത്താൽ കൊണ്ടുള്ള ഉദ്ദേശം ഒരു കാരണവശാലും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഹർത്താൽ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ? ഇപ്പം എന്തിനു വേണ്ടിയാണ് ഹർത്താൽ? കേരള ഗവൺമെൻറ്റുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കേരള ഗവൺമെൻറ്റിനെതിരെയല്ല, വെറും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയാണ്. നമുക്കറിയില്ല. ഞാൻ പത്രത്തിന് അങ്ങോട്ട് വരുമ്പോൾ വണ്ടി കൂടെ എടുക്കാൻ പോയപ്പോൾ പത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റിൽ നോക്കിയപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയാണ്. അതുവരെ എൻ്റെ വിചാരം കേരള ഗവൺമെൻറ്റുകൾക്കെതിരെ. ഇന്നത്തെ കാലത്തൊന്നും ആൾക്കാർ ന്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. പിന്നെ കുറച്ച് വിവാദങ്ങളൊക്കെ വരുമ്പോൾ അത് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഹർത്താൽ ഒരിക്കലും ഒരു കാര്യം നേടിയെടുക്കാനുള്ള നല്ലൊരു സമരമുറ അല്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ മുമ്പത്തെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു വരാം. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊരു നല്ല സമരമുറ അല്ല. ഒരു ഹോളിഡേ പോലെ കുറേ ആൾക്കാർ ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അതിലും ശക്തമായിട്ടുള്ള സമരമുറകൾ വേണം.